അങ്ങനെ അജിയുടെയും വസുന്ധരയുടെയും സ്വപ്നമായ അവരുടെ വിവാഹം മംഗളമായി ശ്രീലകത്തിന്റെ മുറ്റത്ത് വെച്ച് നടന്നു. അജിയുടെ താലി അണിഞ്ഞ് നിറപുഞ്ചിരിയോടെ അവൾ ദ്വാരകയുടെ പടികൾ കയറി. ആ നിമിഷം അജിയുടെ മനസ്സ് നിറഞ്ഞു. അവൻ ആഗ്രഹിച്ച പോലെ തന്റെ പ്രണയിനിയെ സ്വന്തമാക്കിയ സന്തോഷം അവനിൽ ആവോളം പ്രതിഫലിച്ചു. അതേ സന്തോഷം രഘുരാമനിലും കാണാൻ സാധിച്ചു. തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കേവലം 8 ദിവസങ്ങൾ മതിയെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോ അവൻ ആനന്ദിച്ചു. ഒന്നും അറിയാതെ ദ്വാരകയിലെ കുടുംബാംഗങ്ങൾ വസുന്ധരയെ അവരുടെ കുടുംബത്തിലെ അംഗമായി സ്വീകരിച്ചു. മണിയറയിൽ വസുന്ധരയ്ക്ക് വേണ്ടി അജ് കാത്തുനിന്നു. വിവാഹത്തിനോട് അടുപ്പിച്ച് വന്നതുകൊണ്ട് അവന് വസുവിനോട് അധികം സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. ഷെടാ, ഇവൾ ഇതെവിടെ പോയി? സമയം കുറെ ആയല്ലോ. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അജി ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീണ്ടും സമയം കടന്നുപോയി. അവസാനം അജിയുടെ ക്ഷമ നശിച്ചു. വസുവിനെ തിരക്കി അവൻ താഴേക്ക് ചെന്നു. താഴെ വന്ന് നോക്കുമ്പോ അവൾ കുഞ്ഞുമായി കളിക്കുകയാണ്. അത് കണ്ടതും അവൻ നെറ്റിയിൽ കൈവച്ചു. എന്റെ പൊന്നോ, ആദ്യ രാത്രിയാണെന്ന് പോലും ഓർക്കാതെ ഇവിടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എടി പെണ്ണെ, നീ എന്നെക്കുറിച്ച് ഓർക്കുന്നില്ലേ? ഒരുത്തനവിടെ മണിയറയിൽ ഭാര്യ വരുന്നതെന്ന് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേയേറെയായി. ഇവളെ ഇന്ന് ഞാൻ... അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവൾ ഇരിക്കുന്ന മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് സാവിത്രി അവളുടെ അടുത്തായി വന്നു നിന്നു. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അജി അവിടെ അനങ്ങാതെ അവരെ കാണാതെ മറിഞ്ഞു നിന്നു. സാവിത്രിയുടെ മകനാണ് രുദ്രൻ. രുദ്രന് 1 വയസ്സ് മാത്രമാണ് പ്രായം. അവന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വസു. സാവിത്രിയെ കണ്ടതും കളിച്ചുകൊണ്ടിരുന്ന രുദ്രൻ വസുവിൽ നിന്നും അകന്ന് സാവിത്രിയുടെ അരികിലേക്ക് പാഞ്ഞു. അവൻ തന്റെ അമ്മയുടെ മടിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് എന്തോ തിരയുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് സാവിത്രിയും വസുവും ഒരുപോലെ ചിരിച്ചു. എടാ കൊതിയാ, ഇത്രയും നേരം എന്റെ കൂടെ ഇരുന്ന് കളിച്ച ചെറുക്കനാ. ഇപ്പൊ കണ്ടില്ലേ അമ്മയെ കണ്ടപ്പോ പെട്ടെന്ന് അവന് വിശപ്പ് വന്നത്. വസു ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിൽ ഒന്ന് പിടിച്ചു. എന്റെ മോനെ എന്താ വേണ്ടത്? സാവിത്രിയുടെ സാരിയിൽ കിടന്ന് വലിക്കുന്നവനെ പിടിച്ചു മടിയിലേക്ക് കിടത്തിക്കൊണ്ട് ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് സാവിത്രിയെ നോക്കി. കുഞ്ഞു നാവ് നുണഞ്ഞുകൊണ്ട് അവന്റെ ഭാഷയിൽ തനിക്ക് പാല് വേണമെന്ന് ആവശ്യപ്പെട്ടു. അയ്യോടാ, എന്റെ ചക്കരക്കൂട്ടിന് പാല് വേണോ? അമ്മ തരാട്ടോ, വേഗം പാല് കുടിച്ചുറങ്ങണം. തന്റെ അമ്മ തനിക്ക് പാല് തരാമെന്ന് പറഞ്ഞത് കേട്ടതും ആ കുഞ്ഞു മനസ്സ് സന്തോഷിച്ചു. അവൻ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അത് കാണുന്ന വസുവും സാവിത്രിയും അവനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുകയായിരുന്നു അജി. പെട്ടെന്ന് അജിയുടെ തോളിൽ ഒരു കൈ പതിഞ്ഞു. അജി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ആരെയാ നീ ഒളിഞ്ഞു നിന്ന് നോക്കുന്നേ? അജിയെ നോക്കി രാജേശ്വരി ചോദിക്കുന്നതിനോടൊപ്പം അവർ ചെറുതായി ചിരിക്കുകയും ചെയ്തിരുന്നു. ഏയ്, ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല. ഞാൻ രുദ്രനെ കാണാൻ വന്നതാ. തന്റെ ചമ്മൽ മറയ്ക്കാൻ ആവോളം ശ്രമിക്കുന്നുണ്ടായിരുന്നു അജി. അവരുടെ വർത്തമാനം സാവിത്രിയും വസുവും കേട്ടുകൊണ്ട് അവർ അവിടേക്ക് നോക്കി. രുദ്രനെയാണോ വസുവിനെയാണോ നിനക്കിപ്പോ കാണേണ്ടത്? രാജേശ്വരി ചോദിച്ചതും അജി തന്റെ അമ്മയെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. സാവിത്രിയും വസുവും മെല്ലെ ചിരിച്ചു. അമ്മേ, ഞാൻ രുദ്രൻ ഉറങ്ങിയോ എന്നറിയാൻ വന്നതാ. അത്രയും പറഞ്ഞുകൊണ്ട് അജി സാവിത്രിയുടെ കയ്യിൽ നിന്നും രുദ്രനെ വാങ്ങി അവന് കുറച്ച് ഉമ്മകൾ കൊടുത്തു. അപ്പോഴേക്കും രാജേശ്വരി അവന്റെ ചെവിയിൽ പിടുത്തമിട്ടിരുന്നു. എന്റെ പൊന്നു മോനെ, നീ ഇവളെ തിരഞ്ഞു വന്നതാണെന്ന് എനിക്ക് നന്നായി അറിയാം. അത് മറയ്ക്കാൻ നീ പെടുന്ന പാടുകൾ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? അജിയുടെ ചെവിയിൽ ഒന്ന് നുള്ളി കറക്കിക്കൊണ്ട് രാജേശ്വരി പറഞ്ഞതും അജി വേദന കൊണ്ട് ചെറുതായി നിലവിളിച്ചു. സാവിത്രിയും വസുവും അടക്കി വെച്ച ചിരി പുറത്തെടുത്തു. അവർ പൊട്ടിച്ചിരിച്ചു പോയി. ചെവിയിൽ നിന്നും രാജേശ്വരി കൈ പിൻവലിച്ചതും അവൻ തന്റെ ചെവിയൊന്ന് തിരുമ്മിക്കൊണ്ട് ചമ്മലോടെ എല്ലാവരെയും നോക്കി രുദ്രന്റെ മറവിൽ നിന്നു. വസു, മോള് ചെല്ല്. ഇവൻ കഷ്ടപ്പെട്ട് നിന്നെ വിളിക്കാൻ വന്നതല്ലേ. ഇനിയും ഇവിടെ നിന്ന് അവൻ ഉരുകണ്ട. അതെ, മോള് പൊക്കോ. ഇന്ന് രുദ്രൻ ഉറങ്ങാൻ കുറച്ച് താമസിച്ചു. നീയുമായി കളിച്ചിരുന്നത് കൊണ്ട് അവൻ ഉറക്കമൊന്നും വന്നില്ല.
മോള് പോയി കിടന്നോ, ഞാൻ ഇവനെയും ഉറക്കട്ടെ. പറയുന്നതിന്റെ കൂട്ടത്തിൽ സാവിത്രി അജിയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയിരുന്നു. നീ എന്താ ഇനിയും പതുങ്ങി നിൽക്കുന്നേ? അവള് വരും, നീ പൊക്കോ. രാജേശ്വരി പറഞ്ഞതും അജി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയിരുന്നു. ഇനിയും നിന്നാ താൻ വീണ്ടും നാണം കെടുമെന്ന് മനസ്സിലായതുകൊണ്ട് അജി കിട്ടിയ അവസരത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. അവന്റെ ഓട്ടം കണ്ടതും 3 പേരും ചിരിച്ചുപോയി. അല്ല, അജി എന്താ ഓടിപ്പോയത്? കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി വന്ന ഇന്ദുലക്ഷ്മി ചോദിച്ചു. വസുവിനെ കാണാത്തതുകൊണ്ട് തിരക്കി വന്നതാ പാവം, വല്യമ്മ ഓടിച്ചു വിട്ടു. സാവിത്രി പറഞ്ഞതും ഇന്ദുലക്ഷ്മി ചിരിച്ചു. എങ്കി ഇനി വൈകിക്കണ്ട, ദാ മോളെ ഇത് പിടിക്ക്, എന്നിട്ട് മോള് പൊക്കോ. ഇനിയും താമസിച്ച അവൻ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വരും. തന്റെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് വസുവിന് കൊടുത്തുകൊണ്ട് ഇന്ദുലക്ഷ്മി പറഞ്ഞു. വസു അവിടെ നിന്ന് പോയതും ചിരിച്ചുകൊണ്ടിരുന്ന രാജേശ്വരിയുടെ മുഖം പെട്ടെന്ന് മങ്ങി. അത് ശ്രദ്ധിച്ച ഇന്ദു അവരുടെ തോളിൽ പിടിച്ചു. ചേച്ചി, ഇതുപോലെ സന്തോഷത്തോടെ ആദിയുടെ മണിയറയിലേക്ക് പറഞ്ഞയച്ചിരുന്നു എന്റെ വേദമോളെ. പക്ഷേ ദേവി അവരെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ. എന്റെ കുട്ടികളെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലേ? ഒഴുകിയിറങ്ങിയ കണ്ണീരോടെ രാജേശ്വരി പറയുമ്പോ ഇന്ദുവും സാവിത്രിയും ആദിയെയും വേദയും ഓർത്തുപോയി. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ദു രാജേശ്വരിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ ആയുസ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ രാജേശ്വരി, നീ സമാധാനിക്ക്. ഇന്ദു അവരെ ആശ്വസിപ്പിച്ചു. എന്റെ കുട്ടികളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ ദേവി, ഒരാപത്തും കൂടാതെ എന്റെ കുട്ടികളെ കാത്തോളണേ. വസു പോയ വഴിയെ നോക്കി രാജേശ്വരി പറഞ്ഞു. പാൽ ഗ്ലാസുമായി വസു അജിയുടെ മുറിയിലെത്തി. മോശമായി പോയി. അവരെന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും? അയ്യേ. അല്പം മുൻപ് നടന്ന സംഭവങ്ങൾ ഓർത്തുകൊണ്ട് സ്വയം പിറുപിറുത്തുകൊണ്ടിരിക്കുന്നവനെ കണ്ടതും വസു ചിരിച്ചു. ആ ചിരി കേട്ടതും അജി തിരിഞ്ഞു നോക്കി. വസുവിനെ കണ്ടതും താൻ വീണ്ടും ചമ്മിയെന്ന് അവന് മനസ്സിലായി. അത് മറയ്ക്കാൻ അവൻ മെല്ലെ ചിരിച്ചു. വസു ഒരു വിധത്തിൽ തന്റെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു വന്നു. എന്താ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? വസു ചോദിച്ചതും അജി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് വസു അവളുടെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ കൈകൾ കൊണ്ട് തപ്പി നോക്കി. എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? സംശയത്തോടെ അവൾ ചോദിച്ചു. അല്ല, തന്റെ നാക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് നോക്കിയതാ. അജി പറഞ്ഞത് മനസ്സിലാവാതെ അവൾ നെറ്റി ചുളിച്ചു. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് ഞാൻ 2 കത്തുകൾ തനിക്ക് വേണ്ടി എഴുതി. ഒന്നിനും മറുപടി വന്നില്ല. അതുകൊണ്ട് ക്ഷമ നശിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. നേരിൽ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചാ താൻ അതിനും ഒരു അവസരം തന്നില്ല. അതെല്ലാം പോട്ടെ, ഇന്ന് നമ്മുടെ വിവാഹമായിരുന്നില്ലേ? അജി ചോദിച്ചപ്പോ അവൾ ആണെന്ന് തലയാട്ടി. എന്നിട്ട് എത്ര തവണ ഞാൻ തന്നോടൊന്ന് സംസാരിക്കാൻ വന്നു. അപ്പോഴേക്കും ആരെങ്കിലും വന്ന് തന്നെയും കൂട്ടിക്കൊണ്ടു പോകും. അല്ല വസു, നിനക്ക് എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലേ? എന്നോട് സംസാരിക്കാൻ നിനക്ക് തോന്നിയില്ലേ ഇതുവരെ? അജി സംശയത്തോടെ ചോദിച്ചതും വസു മെല്ലെ ചിരിച്ചു. എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതാ ഞാൻ. അവൾ അല്പം നാണത്തോടെ മുഖം കുനിച്ചു പറഞ്ഞു. അയ്യോ. പെട്ടെന്ന് അജി അലറി വിളിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്തു പറ്റി അജയേട്ടാ? എന്റെ വസു തന്നെയാണോ ഇത്? എനിക്കൊരു സംശയം. അല്ല, എന്റെ വസുവിന്റെ മുഖത്ത് ഇങ്ങനൊരു ഭാവം ഞാൻ കണ്ടിട്ടില്ല. ഈ നാണം. നേരിക്കണ്ട എന്നോട് തർക്കുത്തരം പറഞ്ഞു നടന്ന വായാടി പെണ്ണായിരുന്നു എന്റെ വസു. അവളിൽ നാണമൊക്കെ വരുന്നത് കണ്ടപ്പോ വിശ്വസിക്കാനാവാതെ ചോദിച്ചതാ. ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞതും വസു ചമ്മലോടെ തിരിഞ്ഞു നിന്നു. അയ്യോ, ദേ എന്റെ പെണ്ണിന് പിന്നെ നാണം വന്നു. അയ്യേ. അജി പറഞ്ഞതും പെട്ടെന്ന് വസു അവന്റെ വയറിലിട്ട് ചെറിയൊരു പിച്ചു കൊടുത്തു. വയറിൽ തിരുമ്മി അവൻ അവളെ നോക്കി.
ചുണ്ടും കൂർപ്പിച്ച് അവൾ അവനെ നോക്കി നിൽക്കുവാണ്. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. മനുഷ്യൻ കഷ്ടപ്പെട്ട നാണമൊക്കെ മറച്ചു പിടിച്ച് അജേട്ടന്റെ മുന്നിൽ നിൽക്കുന്നേ. അപ്പോ എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി അവൾ അവനോട് പറഞ്ഞു. ആ, ഇതാണ് എന്റെ വസു. ഈ വായാടി പെണ്ണിനെയാ ഞാൻ കണ്ടതും സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും. നിനക്ക് ഈ നാണമൊന്നും ചേരില്ലടി പെണ്ണെ. വസുവിനെ ഇടുപ്പിലൂടെ കൈകളിട്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വസു ഞെട്ടലോടെ അവനെ നോക്കി. അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമാണെന്ന് കണ്ടതും വസു അറിയാതെ അവനെ നോക്കി നിന്നുപോയി. അയ്യോ, പാല് താഴെ വീഴും. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ പറഞ്ഞു. അപ്പോഴേക്കും അജി അവളിൽ നിന്നും അകന്നു മാറി. അവൻ അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി കുറച്ചു കുടിച്ചു. ബാക്കി അവൾക്ക് കൊടുത്തു. അവളും അതിൽ നിന്നും കുറച്ചു കുടിച്ചുകൊണ്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. വസു, നിനക്ക് എപ്പോഴാ എന്നോട് പ്രണയം തോന്നി തുടങ്ങിയത്? അജയ് ചോദിച്ചതും അവൾ ഒന്ന് പരിഭ്രമിച്ചു. ഓ, പറയടൂ. എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അറിയില്ല, എപ്പോഴോ. ആദ്യമൊക്കെ ഞാനൊരു തമാശയായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. അന്ന് അജയേട്ടൻ തിരിച്ചു പോകുന്നതിന് മുൻപ് എന്നെ കാണാൻ വന്നില്ലേ? അന്ന് അജയേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്നും ഞാനല്ലാതെ മറ്റൊരു പെണ്ണിനെയും അജയേട്ടൻ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ന് മുതൽ നിദ്രാദേവി എന്നെ കടാക്ഷിച്ചിട്ടില്ല. എല്ലാം നുണയാണെന്നും പെട്ടെന്നുണ്ടായ സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞതാണെന്നും കരുതി ആദ്യമൊക്കെ ഞാൻ ആശ്വസിച്ചു. പക്ഷേ പോകെ പോകെ എന്റെ മനസ്സിനെ ആ വാക്കുകൾ വല്ലാതെ അലട്ടി. അങ്ങനെ എപ്പോഴോ ഞാനും പ്രണയത്തിൽ വീണുപോയി. അവളുടെ വാക്കുകൾ അജിയെ സന്തോഷവാനാക്കി. ഇത്രയും നാൾ അവൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അവളിൽ നിന്നും കേൾക്കുമ്പോ അവന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. വസു, നിന്റെ നാവിൽ നിന്നും കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുക, എന്നെ നിനക്കിഷ്ടമാണോ? വസുവിന്റെ അരികിലായി വന്ന് നിന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ മുഖം തിരിഞ്ഞു നിന്നു. ഏയ് വസു, എനിക്ക് നിന്റെ നാവിൽ നിന്നും കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിച്ചതല്ലേ. ഒന്ന് പറയടോ, എനിക്കത് കേൾക്കണം. വസുവിന്റെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും നാണത്തോടെ അവൾ അവനെ നോക്കി. എനിക്ക് അജേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഇരു മനസ്സുകളും സന്തോഷത്തോടെ ആ രാത്രി ധന്യമാക്കി. വസുവും അജിയും ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെച്ചു. വസുവിനെയും അജിയെയും കൂടാതെ ഒരു മനസ്സുകൂടി സന്തോഷത്തിന്റെ കൊടുമുടി കയറിയിരുന്നു. രഘുരാമൻ ആ രാത്രിയിൽ വേദയെ ബന്ധിയാക്കിയ ഗോപുരത്തിന്റെ അടുത്ത് ചെന്ന് നിന്നു. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പടികൾ ഓരോന്നോരോന്നായി വിജയകരമായി കടക്കുന്നതിന്റെ സന്തോഷം ഒരു അട്ടഹാസ ചിരിയോടെ അവൻ തന്റെ കയ്യിൽ കരുതിയ താക്കോലെടുത്ത് ആ വാതിലിലേക്ക് നോക്കി. നീ കാണു വേദ, നിന്റെ അനുജത്തി അവളിന്നീ ദ്വാരകയിൽ ഈ രഘുരാമന്റെ കയ്യെത്തും ദൂരത്ത് അവളുണ്ട്. ഇന്നേ കെട്ടാനാൾ വസുന്ധര എന്ന എന്റെ മോഹം ഞാൻ സഫലീകരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് രഘുരാമൻ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് കാറ്റ് ആഞ്ഞു വീശി. കാറ്റിൽ ആ മരപ്പലകകളിൽ തൂങ്ങിക്കിടക്കുന്ന ചെറിയ മണികൾ ആടി ഉലയുന്നതിന്റെ ശബ്ദം അവിടെ പരന്നു. കയ്യിൽ കരുതിയ താക്കോൽ മുറുക്കി പിടിച്ചുകൊണ്ട് വന്യമായ ചിരിയോടെ അവൻ ദ്വാരകയിലേക്ക് നടന്നു നീങ്ങി.